നമ്മുടെ ഈ സംരക്ഷണ സമിതിയുടെ കഴിഞ്ഞ ദിവസം തീരുമാനപ്രകാരം നമ്മുടെ വള്ളം സമിതിയുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ച സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് കളക്ടറെ കണ്ടിരിക്കുകയാണ്. നമ്മൾ കളക്ടറെ കണ്ടു. നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു. മെമ്മോറാണ്ടം കൊടുക്കേണ്ടത് മെമ്മോറാണ്ടം കൊടുത്തു. നമ്മൾ ചുണ്ടൻ വെള്ള സമിതിയുടെ ആണെങ്കിലും വെപ്പുവെള്ളത്തിനാണ് നമ്മൾ ജലോത്സവത്തിന് പരിപൂർണമായ ഒരു സംരക്ഷണത്തിനുള്ള സമിതി കൂടിയാണ്. അപ്പോൾ അതിൻ്റെ വിവിധ മേഖലയിലുള്ളവരെ തരം തിരിച്ചുകൊണ്ട് ഓരോരുത്തരെ വെച്ച് നമുക്ക് പറയാനുള്ളത് നമ്മൾ കളക്ടറോട് പറഞ്ഞു. അദ്ദേഹം അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് എത്രയും പെട്ടെന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് മെമ്മോറാണ്ടം നമ്മൾ കൈമാറിയിട്ടുള്ളൂ. അതിൻ്റെ ഒരു സാവകാശം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ NDBRന്റെ കമ്മിറ്റി കൂടി തീരുമാനിച്ചാൽ മാത്രമേ ഈ ഡേറ്റ് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തെ ഏകപക്ഷീയമായിട്ട് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല. ഈ ബാക്കി ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടി പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ജോഷി. നമ്മൾ കളക്ടറെ കണ്ടു. ജഗേഷ് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടിയാണ് കളക്ടർ സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് 100% വിശ്വാസത്തോടു കൂടി നമ്മൾ പോന്നിരിക്കുന്നത്. അടിയന്തരമായി വരുന്ന ദിവസം NDBR സൊസൈറ്റിയുടെ കമ്മിറ്റി വിളിച്ചിട്ട് നമുക്കൊരു ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ സംസാരിച്ചാലും തികച്ചും വ്യത്യസ്തമായിട്ട് മറ്റൊരാൾ സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു സംസാരമല്ല, സമിതിയുടെ താല്പര്യപ്രകാരമുള്ള യാതൊരു ടോക്കുമല്ല അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കളക്ടർ അങ്ങനെ ചെയ്തു, കളക്ടർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കളക്ടറെ കാണാൻ കയറുന്നതിനേക്കാളും മുന്നേ തന്നെ അദ്ദേഹം അതിന്റെ പുറത്ത് വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം മീഡിയയിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടേതല്ല, അത് നമ്മൾ ഈ സംരക്ഷണ സമിതിയിൽ പെട്ട രീതിയിലുള്ള നമ്മുടെ യാതൊരു ആവശ്യമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മുടെ ആളുകൾ എല്ലാവരും മനസ്സിലാക്കുക.